4 ലക്ഷം രൂപ വരുന്ന എൻ്റെ ഈ സോണി FX3 ക്യാമറയിൽ വെറും 15 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. അതേസമയം വെറും 60,000 രൂപയുടെ ഈ കുഞ്ഞൻ ക്യാമറയിൽ 17 സ്റ്റോപ്സ് ഓഫ് ഡൈനാമിക് റേഞ്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ അർത്ഥം ഈ ക്യാമറ ബെറ്റർ ആണെന്നാണോ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഇതാണ് DJയുടെ ഏറ്റവും പുതിയ ഓസ്മോ പോക്കറ്റ് 4P ക്യാമറ. ഇതിൻ്റെ പോക്കറ്റ് 4 വേർഷൻ വിത്ത് സിംഗിൾ ക്യാമറ 2 മാസം മുന്നേ DJI ലോഞ്ച് ചെയ്തിരുന്നു. ഞാൻ ഈ ക്യാമറ കഴിഞ്ഞ 1 മന്തായി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫുൾ ഡിസ്ക്ലോഷർ, എനിക്ക് ഈ പ്രോഡക്ട്സ് DJIയുടെ ഒരു പ്രൈവറ്റ് ലോഞ്ച് ഇവൻറ്റിൽ വെച്ച് അവർ ഫ്രീ ആയി തന്നതാണ്. ദാറ്റ് ബീങ് സെഡ്, നമുക്ക് ഈ ക്യാമറയെക്കുറിച്ച് കൂടുതൽ അറിയാം. ഈ വീഡിയോ ഞാൻ 4 സെഗ്മെൻറ്റായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ സെഗ്മെൻറ്റിലേക്ക് ഫീൽ ഫ്രീ ടു സ്കിപ്പ് അറ്റ് എനി ടൈം. DJI പോക്കറ്റ് ക്യാമറ സീരീസിൽ ആദ്യമായാണ് അവർ 2 ക്യാമറ ആഡ് ചെയ്യുന്നത്. 20mm f2 ലെൻസ് ആൻഡ് 60mm 1.8 ടെലിഫോട്ടോ ലെൻസ്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിലെ ലോഫിക് ടെക്നോളജി ഫീച്ചർ. ഹാർഷ് സൺലൈറ്റ് സിറ്റുവേഷൻസിൽ ഹൈലൈറ്റ് ക്ലിപ്പ് ആവാതെ നോക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും. ഔട്ട്ഡോർ സീൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ഹാൻഡി ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമുക്കിതിൽ 37 മെഗാപിക്സൽ ഫോട്ടോസ് ആൻഡ് 4K 240 FPS വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് 107 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആൻഡ് സപ്പോർട്ട് അപ് ടു 1 GB മൈക്രോ SD കാർഡ്. അതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യേണ്ട ഒന്നാണ് USB-C 3.1 Gen 2 Port 4 ഫാസ്റ്റർ ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് ചാർജിങ്. വെറും 18 മിനിറ്റ് കൊണ്ട് 80% നമുക്ക് ഈ പ്രൊഡക്റ്റ് ചാർജ് ചെയ്യാനായി സാധിക്കും. ഇതൊക്കെയാണ് ഓസ്മോ 4 Proയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക് അപ്ഗ്രേഡ്സ്. ബാക്കി ഫീച്ചേഴ്സ് അറിയാനായി ഇതിൻ്റെ സ്പെക് ഷീറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ക്യാമറ ക്വാളിറ്റി നിങ്ങൾ തന്നെ കണ്ടു. ഇതിൻ്റെ അപ്സൈഡ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായി തോന്നിയത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി തന്നെയാണ്. D-Log 2-വിൽ ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ ക്വാളിറ്റി ഈസ് ജസ്റ്റ് ഇൻക്രെഡിബിൾ. എനിക്കിതിൻ്റെ ഫുട്ടേജ് ഈസിയായി FX3 ഫുട്ടേജുമായി എഡിറ്റിങ്ങിൽ മിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റിയാണ്. ആക്ച്വൽ ടെലിഫോട്ടോ ലെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ബൊക്കെ ഫോട്ടോസിന് കിട്ടും, അല്ലാതെ ഫോണിൽ കിട്ടുന്ന പോലത്തെ സോഫ്റ്റ്വെയർ മെയ്ഡ് കമ്പ്യൂട്ടേഷണൽ ബൊക്കെ അല്ല. ഓൾസോ യു ഗെറ്റ് 2 ഫോക്കൽ ലെങ്ത്സ് ഇൻ 1 സിംഗിൾ ക്യാമറ. ചാർജിങ് സ്പീഡ് സൂപ്പർ ഫാസ്റ്റ് ആണ് ആൻഡ് ഐ ലവ് ഇറ്റ്. ഡിറ്റാച്ചബിൾ കൺട്രോളർ നല്ലൊരു ഫീച്ചറായി തോന്നി. സോളോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും. ഇനി ഇതിൻ്റെ ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പോക്കറ്റ് 4നേക്കാൾ കുറച്ച് ഹെവിയായി എനിക്ക് ഫീൽ ചെയ്തു. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പോക്കറ്റ് 4മായി കമ്പയർ ചെയ്യുമ്പോൾ ചാർജ് പെട്ടെന്ന് തീരുന്നതായിട്ട് ഫീൽ ചെയ്തു. D-Log 2 ഫോർമാറ്റിൽ ടെലിഫോട്ടോ ലെൻസ് യൂസ് ചെയ്യാൻ പറ്റാത്തതും മറ്റൊരു പോരായ്മയായി തോന്നി. അതുപോലെ വെതർ റെസിസ്റ്റൻറ്റ് ഫീച്ചർ കൂടി അവർക്ക് ആഡ് ചെയ്യാമായിരുന്നു. ചെറിയ മഴയൊക്കെയുള്ള സമയത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായേനെ. സോളോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആൻഡ് വ്ളോഗേഴ്സിന് ഇതൊരു കിടിലൻ ക്യാമറയായിരിക്കും. അതുപോലെ ഈവൻ ഫോർ പ്രൊഫഷണൽ വർക്ക് നമുക്ക് ക്യാമറ റഗ് ചെയ്യാൻ പാടുള്ള ആംഗിളുകളിൽ ഇത് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ടൈം ലാപ്സ് ആൻഡ് ഹൈപ്പർ ലാപ്സ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഇതൊരു സൂപ്പർ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൂളാണ്. ഇനിയും നിങ്ങൾക്ക് ഈ ക്യാമറയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായി അറിയാനുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ്. iPhone 17 Pro, Sony FX3, Osmo Pocket 4 Pro, ഇത് മൂന്നിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യണമെന്നുണ്ട്. ലെറ്റ് മീ നോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.